ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് എന്താ സംഭവിച്ചാൽ നിങ്ങൾക്കൊരു 12-10 ലക്ഷത്തിൻ്റെ താഴെ ബെസ്റ്റ് SUVs ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ GST അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് SUVs ഏതൊക്കെയാണെന്ന് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ അവിടെ കൊടുക്കാം. ഞാൻ പറഞ്ഞ് അലമ്പാക്കുന്നില്ല. അതേപോലെ എത്രയാണ് ഏകദേശം ഓൺ റോഡ് പ്രൈസും. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണത് ഏതാ വെച്ചാൽ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. ഇത് സഫോമീറ്റർ SUV തന്നെയാണ്. മൈക്രോ SUV ആണ് കേട്ടോ. മൈക്രോ SUV കാറ്റഗറിയിലാണ് എക്സ്റ്റർ വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു 5.68 ലാക്സ് മുതൽ 9.61 ലാക്സ് ആണ് എക്സ്ഷോറും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് മോഡൽ ഏകദേശം നമുക്ക് EX ഓപ്ഷണൽ, SX അതുപോലെ SX ഓപ്ഷണൽ ആണ് വേരിയൻസ് വരുന്നത്. ഇത് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ മോഡേൺ ഡിസൈൻ ആണ്. വലിയ വണ്ടി പോലെ തോന്നും കേട്ടോ. അതേപോലെ കോമ്പാക്ട് സൈസ് ആണ്, ഫീച്ചർ റിച്ച് ആണ്. ഒരു മിഡിൽ വേരിയന്റിന്റെ മേലേക്കൊക്കെ പോവാണ്, ഫീച്ചർ റിച്ച് ആണ്. എനിക്ക് തോന്നുന്നു 7-8 ലക്ഷത്തിന് വരെ നമുക്ക് ഓട്ടോമാറ്റിക് ഓൺ റോഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ AMD തന്നെയാണ്, പക്ഷേ ഓട്ടോമാറ്റിക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വണ്ടി കേട്ടോ വരുന്നത്. എക്സ്ട്ര നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ആൾക്കാർ അധികം എടുക്കാറില്ല, പക്ഷേ എക്സ്ട്ര നല്ല വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് വണ്ടി എക്സ്റ്റർ ആണ്. പിന്നെ അതേപോലെ നെക്സ്റ്റ് വരുന്നത് മാരുതി ഫ്രോൺസ് ആണ്, അല്ലെങ്കിൽ ടൈസർ, മറ്റേ നമ്മുടെ ഇതിന്റെ ടൊയോട്ടയുടെ. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 7.98 ലാക്സ് മുതൽ 13.32 ലാക്സ് വരെയൊക്കെയാണ് വരുന്നത്. സിഗ്മ, ഡെൽറ്റ, സീറ്റ അങ്ങനെയാണ് അതിന്റെ വേരിയൻസ് വരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രീമിയം ഇന്റീരിയറും, കാരണം ഒരു ബലേനോ, വലിയൊരു ബലേനോ, അപ്ഗ്രേഡഡ് ബലേനോ എന്നുള്ള രീതിയിൽ വരാം. അഡ്വാൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും ടർബോ എഞ്ചിനും ഉണ്ട്. ഇത് മാരുതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും, വണ്ടി എടുത്തു കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. ഇതൊക്കെ ഒരു ബിഗിനർ പെർസ്പെക്റ്റീവിലാട്ടോ പറയുന്നത്. അപ്പോൾ സേഫ് ആയിരിക്കും. ഭയങ്കര വലിയ വണ്ടിയല്ല, ബട്ട് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 സ്റ്റാർ ഒക്കെ എന്തായാലും ധൈര്യമായിട്ട് കിട്ടേണ്ടതാണ്. അപ്പം അത്യാവശ്യം മെയിൻ്റെനൻസ് കുറവായിരിക്കും. മൈലേജ് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ അതിലേക്ക് പോയി എടുക്കാവുന്നതാണ് കേട്ടോ. ഡെയിലി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് ആണ് കേട്ടോ. ടാറ്റ പഞ്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ടാറ്റ പഞ്ച് അത്ര അടിച്ച് കയറി വിറ്റുപോയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരികയാണെങ്കിൽ 6.61 ലാക്സ് മുതൽ 10.99 ലാക്സ് വരെയാണ് അതിൻ്റെ വരുന്നത്. പ്യുവർ AMT കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നത്. അഡ്വഞ്ചർ പ്യുവർ AMT കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഹൈ സേഫ്റ്റിയാണ് നിങ്ങളുടെ കൺസേൺ എന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ടാറ്റ. പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോ SUV ആണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. എഞ്ചിൻ വൈസ് കുറച്ച് ഒരു കോംപ്രമൈസ്ഡ് ആണ്. അതേപോലെ സർവീസ് സെന്റർ ഇപ്പം വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. സേഫ്റ്റി കാര്യത്തിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്നതാണ് ഈ ഒരു സെഗ്മെന്റിൽ. ഇവിടെ സിറ്റി യൂസിനാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. മൈലേജും അത്യാവശ്യം തരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇതിൽ വരുന്ന മൈക്രോ SUV കാറ്റഗറിയിൽ നിസാൻ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ വണ്ടി കൂടി ഉണ്ട്. അതും കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. എന്നാലും മൈക്രോ SUV ആയിട്ടാണ് കൂട്ടാം. കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിസാൻ മാഗ്നൈറ്റിന്റെ ഇത് ഫീച്ചേഴ്സിലേക്ക് വരികയാണ്. വാല്യൂ ഫോർ മണിയാണ്, റിച്ച് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ലുക്കുമാണ് കാണാൻ, ഫീച്ചേഴ്സും അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ മാഗ്നൈറ്റ് ഫാൻസ് തന്നെ ഉണ്ട്. നമുക്ക് ഒരുപാട് നല്ല കമന്റ്സ് മാഗ്നൈറ്റിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലിമിറ്റഡ് സർവീസ് സെന്ററും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഒരുപക്ഷെ ഒന്നോ രണ്ടോ സർവീസ് സെന്ററൊക്കെ വലിയ വലിയ ടൗണിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ കോഴിക്കോടേക്ക് പോകേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. 2-3 സർവീസ് സെന്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെറിയൊരു കാര്യങ്ങളുണ്ട്. അല്ലാതെ വണ്ടി അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണേൽ ചെക്കൗട്ട് ചെയ്യാം. ഒരു ഡീസന്റ് ലുക്ക് വൈസ് ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്യാച്ച് വേണ്ടത് കേട്ടോ. അത്യാവശ്യം വലിയ വണ്ടിയും കൂടിയാണ്. അപ്പം അതാണ് അടുത്ത. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടിരിക്കുന്നത് എന്താ പറയുക, മൈക്രോ SUVs ആട്ടോ. മൈക്രോ SUVന്റെ കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മൈക്രോ SUV അല്ല, കുറച്ചുകൂടി വലിയ വണ്ടി. സബ് 4 മീറ്റർ SUV എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുന്നത് വെനു ആണ്. വെനു ആണ് ഈ സെഗ്മെന്റ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. വെനു അല്ലെങ്കിൽ മാരുതി ബ്രസ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. വെനു നിങ്ങൾക്ക് എടുക്കാം. വെനു നല്ല മോഡലാണ്. അത്രയും വിറ്റുപോയ മോഡൽ തന്നെയാണ്. പക്ഷെ വെനു ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല. വെനുവിന്റെ ഒരു ഏകദേശം റേറ്റ് വരാണെങ്കിൽ 8.6 മുതൽ 10.99 ലാക്സ് വരെയാണ് വെനു വരുന്നത്. EMT അതേപോലെ മാനുവൽ എസ് 2 ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. റിഫൈൻഡ് എഞ്ചിനാണ്, സ്മൂത്ത് റൈഡാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഫീച്ചേഴ്സ് കുറച്ച് കമ്മിയാണ് ഇപ്പോഴത്തെ മോഡൽ. അപ്പം ഇത് ഒരു 2026 ഒക്കെ ആകുമ്പോഴേക്ക് എന്തായാലും ഒരു അപ്ഡേറ്റഡ് മോഡൽ ഇറങ്ങുന്നുണ്ട്. ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നാണ് എൻ്റെ സജഷനിൽ. നിങ്ങൾക്ക് വെനു ആണ് താല്പര്യമെങ്കിൽ. വെനു കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. ബാക്കിലൊക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇനി അതല്ല, ഇപ്പം നിങ്ങൾക്ക് വെനുവിൻ്റെ അതേപോലത്തെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കിയ സോണറ്റ് എടുക്കാം. കിയ സോണറ്റ് എന്ന് പറഞ്ഞാൽ സെയിം എഞ്ചിനാണ്, സെയിം കാര്യങ്ങളാണ്. സിസ്റ്റർ കമ്പനി ആണല്ലോ, പാരന്റ് സെയിം ആണല്ലോ. അപ്പം കിയും ഹ്യുണ്ടായി ആണെങ്കിലും. അപ്പം സോണറ്റിലേക്ക് പോകാം. സോണറ്റ് പറഞ്ഞാൽ 7.3 ലാക്സ് മുതൽ
10.99 lakhs ആണ് ട്ടോ. HDE, HDK ഈ 2 ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. HDK പ്ലസും കിട്ടും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. 12,00,000 താഴെ എന്തായാലും കിട്ടും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. അപ്പൊ അതിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയം ഇന്റീരിയർ ഫീച്ചർ, പ്രീമിയം ആണ്. ഒരു സോളിഡ് പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ കാണാനും ലുക്കാണ്, എല്ലാ ടിക്കും മാർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ച് ബിൽഡ് ക്വാളിറ്റി കുറവാണ്. ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ റേഞ്ചിലൊക്കെ കണ്ടാൽ മതി. 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഡീസലിലേക്ക് പോകുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. 1.5 ഒക്കെ കിട്ടുന്നതാണ്. ബേസ് മോഡലൊക്കെ ആയിരിക്കും കിട്ടുക 12,00,000 റേഞ്ചിൽ ഓൺ റോഡ് കേട്ടോ. അപ്പോൾ ഏകദേശം വരുന്നത്. അപ്പോൾ HDK പ്ലസ് തന്നെ ഇപ്പം അത്യാവശ്യം ഓപ്ഷനിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലുണ്ട്. ഇഷ്ടം പോലെ ഫീച്ചർ ഉണ്ട്. അതാണ് പറയുന്നത്. ഇഷ്ടം പോലെ ഫീച്ചർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സോ എക്സിലേക്കൊക്കെ പോകുകയാണെങ്കിൽ കൂടുതൽ വലിയ മോഡലാക്കി മാറും. ഒരു 14,00,000 റേഞ്ചിലൊക്കെ വരും. അപ്പം അത്ര പോകണമെന്നില്ല. എല്ലാ ഫീച്ചറും ബാക്കിൽ വൈപ്പർ വരെ കൊടുക്കുന്നുണ്ട് 10-11 ലാക്സിൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങൾക്ക് എടുക്കാവുന്നത് സോണറ്റ് ആണ് അടുത്ത ഓപ്ഷൻ കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് പവർഫുൾ എഞ്ചിൻസ് വേണം, ടർബോ പവർഫുൾ എഞ്ചിൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം മഹീന്ദ്ര XUV 300, അതേപോലെ സ്കോഡ കൈലാക്ക്. ഇത് രണ്ടും പെർഫോമൻസ് ഓറിയന്റഡ് ആണ് നിങ്ങൾ നോക്കുന്നത്. മറ്റേലൊക്കെ എഞ്ചിൻ ഉണ്ട്, പക്ഷെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കണം. ടർബോ പെട്രോൾ എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ്. ഇപ്പം നമ്മുടെ മഹീന്ദ്ര SUV 300 ഇതും ഉണ്ട് കേട്ടോ. 3XO എന്നാണ് പറയുന്നത്. 3XO നമുക്ക് ഡീസൽ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് ഒരു ബെസ്റ്റ് ബൈ ആയിരിക്കും. ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം പുതിയ വേരിയൻസ് ഒക്കെ ഇറക്കിയിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. അപ്പം ഈ 2 വേരിയന്റ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു കാം ആൻഡ് ക്വയറ്റ് എഞ്ചിൻ മതി, 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ മാരുതി ബ്രസ എടുക്കാം. അതിന്റെ ബേസ് മോഡലും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താൽ മതി. അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വലിയ വണ്ടിയായിരിക്കും. ഈ സെഗ്മെന്റിലുള്ള ബെസ്റ്റ് വലിയ വണ്ടിയായിരിക്കും. അതേപോലെ വലിയ എഞ്ചിനായിരിക്കും. പവറും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിന്റെ അത്ര തന്നെ, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് കുറവായിട്ടൊക്കെ വരുള്ളൂ. പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതേപോലെ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ കൊണ്ടുനടക്കും. മാരുതിൻ്റെതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും, എല്ലാ ചെറിയ ടൗണിൽ പോലും സർവീസ് സെന്ററും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങളുടെ ക്യാച്ചെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് പോകാവുന്ന കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികളുടെ ഒരു 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 എന്താ പറയുക കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക, എന്നോട് പറയാം. എന്തെങ്കിലും ഞാൻ പറഞ്ഞ മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ട് ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സജഷനിൽ ഇത്ര വണ്ടികളാണുള്ളത്. ഞാൻ അതിൻ്റെ ഏകദേശം കാര്യങ്ങളും പറഞ്ഞില്ലേ, ഇത് ഏകദേശം പ്രൈസ് റേഞ്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും വേരിയൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യണം, ഇതല്ല ഏതാണ് ബെസ്റ്റ്, ഇത് 2 ഓപ്ഷൻ ഇതിൽ ഏതാണ് ബെസ്റ്റ്, ഞാൻ അതിലും വീഡിയോ ഇടാം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ഇട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. മേ ബി ചെറിയ 30-40 സെക്കൻഡിന്റെ വീഡിയോ അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അല്ല കമന്റിൽ തന്നെ പറയാൻ പറ്റുന്നതാണ്, കമന്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എനിക്ക് പ്രചോദനമായി വരാം കേട്ടോ. കുറേ എഫേർട്ട് എടുത്ത് ചെയ്യണമല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.